വെൽക്കം ടു എൻലൈറ്റ് മീഡിയ. നമ്മുടെ പള്ളി സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തില് ഒരു മെഡിക്കൽ ടീം രൂപീകരിക്കുകയുണ്ടായി. നമ്മുടെ ഇടവകയില് പല ഹോസ്പിറ്റൽസിലായിട്ട് വർക്ക് ചെയ്യുന്ന നഴ്സുമാര്, ലാബ് ടെക്നീഷ്യൻസ്, അതുപോലെ തന്നെ ഫാർമസിസ്റ്റ്, ഇവരെല്ലാവരെയും നമ്മൾ ഒരുമിച്ചാക്കി ഒരു മെഡിക്കൽ ടീം രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോ ഈ മെഡിക്കൽ ടീമിന്റെ ആഭിമുഖ്യത്തില് നമ്മുടെ പള്ളിയിൽ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടന്നു. ഈ ചെക്കപ്പില് പ്രധാനമായിട്ടും ബ്ലഡ് ഷുഗർ, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഒക്കെ നമ്മൾ മെഷർ ചെയ്തു. അതിനായിട്ട് നമ്മുടെ പള്ളിയിലുള്ള ഒരുപാട് അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ വന്നു. അവർ വന്നപ്പോൾ ഞങ്ങളോട് ചോദിച്ചത്, ഈ മരുന്നുകൾ കൂടെ അല്ലാതെ നമുക്ക് എങ്ങനെ ഈ പ്രഷറിനൊക്കെ തടഞ്ഞു നിർത്താൻ, പ്രഷറിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയുമെന്ന് ഞങ്ങളോട് ചോദിച്ചു. അപ്പോൾ അവരോടുള്ള 3 പോംവഴിയായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഒന്നാമത്തെ പോംവഴി എന്ന് പറയുന്നത് നമ്മുടെ ആഹാരക്രമമാണ്. ഇന്നത്തെ ഒരു ജീവിതശൈലിയിൽ നമ്മൾ ഒരുപാട് നല്ലതും ചീത്തയുമായ ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ എല്ലാവരും പ്രഷർ എന്ന് വിളിക്കുന്ന, ഞങ്ങൾ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്ന ഈ ഒരു അസുഖത്തെ തടഞ്ഞു നിർത്താൻ ഡാഷ് ഡയറ്റ് ആണ്. എന്താണ് ഡാഷ് ഡയറ്റ്? ഡാഷ് ഡയറ്റ് എന്ന് പറയുമ്പോൾ അതില് ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവയെല്ലാം അളവ് കൂട്ടി അമിതമായ കൊഴുപ്പ്, അമിതമായ മധുരം, അമിതമായ ഉപ്പ് ഇവയെല്ലാം കുറച്ചുകൊണ്ടുള്ള ആഹാര രീതിയാണ് നമ്മൾ ഡാഷ് ഡയറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഡാഷ് ഡയറ്റ്. സോ ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രഷർ കൂടി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു അമിതമായ പ്രഷർ ഉള്ള എല്ലാവർക്കും തന്നെ ഈ ഡാഷ് ഡയറ്റ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ പോംവഴി എന്ന് പറയുന്നത് വ്യായാമമാണ്. വ്യായാമം എന്ന് പറയുമ്പോൾ നിസ്സാരമായി തള്ളിക്കളയുന്നതാണ് പലരും. പക്ഷെ നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വ്യായാമം. എന്നും ഒരു 30 മിനിറ്റ് കൈവീശി നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുമോ എങ്കിൽ ഉറപ്പായും ജീവിതശൈലി അസുഖങ്ങളെ നമുക്ക് തടയുവാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ പോംവഴി എന്ന് പറയുന്നത് പ്രശാന്ത സുന്ദരമായ ഉറക്കമാണ്. എന്നും കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഉറങ്ങുവാൻ സാധിക്കുകയാണെങ്കിൽ ജീവിതശൈലി അസുഖങ്ങൾ പോലെയുള്ള ഒരുപാട് അസുഖങ്ങളെ നമുക്ക് തടഞ്ഞു നിർത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു 3 പോംവഴി നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യണം. നല്ല ആരോഗ്യപരമായ ഒരു ജീവിതശൈലി നമുക്ക് പടുത്തുയർത്താം. താങ്ക് യു സോ മച്ച്.